കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. സെയിം നമ്പറിലേക്ക് തന്നെ. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം. ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഉണ്ട്, അത് കാണുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ലിവിങ് റിലേഷൻഷിപ്പിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഈ ലിവിങ് റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കേസിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിൽ ആദ്യം വരുന്ന കേസ് എന്ന് പറയുന്നത് അലഹബാദ് ഹൈക്കോടതി ആർട്ടിക്കിൾ 21 ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു വിധിയാണ്. ആ വിധി ഇങ്ങനെയാണ്: റൈറ്റ് ടു സ്റ്റേ ഇൻ എ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഫോംസ് എ പാർട്ട് ഓഫ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഗ്യാരണ്ടീഡ് അണ്ടർ ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 21 പ്രകാരം. അപ്പോൾ ഈ ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ പൗരന്മാർക്ക് 6 തരത്തിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റുകൾ നമ്മുടെ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ 6 റൈറ്റുകളിലെ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയുള്ളതാണ് പാർട്ട് 3 എന്ന് പറയുന്ന പോർഷനിൽ ഉള്ളത്. അതിലെ ഒരു ഭാഗമാണത് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 21 പ്രകാരം ലിവിങ് റിലേഷൻഷിപ്പിലോ ഉള്ള ആളുകൾക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പരസ്പര സമ്മതപ്രകാരം എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായി താമസിക്കുവാനും അങ്ങനെ താമസിക്കുന്നതിന് ചോദ്യം ചെയ്യുവാനായിട്ട് ഈവൻ അവരുടെ സ്വന്തം പാരൻസിന് പോലും അവകാശമില്ല എന്നും അതുപോലെ തന്നെ മറ്റ് നാട്ടുകാർക്കും അവർ ചോദ്യം ചെയ്യാനായിട്ട് അവകാശമില്ല എന്നും സദാചാരം പ്രത്യേകം ഓർക്കുക കേട്ടോ. അങ്ങനെ ആരെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലീസിനെ അവരെ സഹായിക്കുവാനായിട്ട് വിളിക്കാമെന്നുമാണ് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു പോയിന്റ് കൂടിയാണ്: ദ കോർട്ട് സ്റ്റേറ്റഡ് ദാറ്റ് എ കപ്പിൾ ഇൻ എ റിലേഷൻഷിപ്പ് ഹാവ് ദി ലിബർട്ടി ടു ലിവ് ടുഗദർ ആൻഡ് നോ പേഴ്സൺ ഹാസ് ദ റൈറ്റ് ടു ഇന്റർഫിയർ ഇൻ ദിയർ പീസ്ഫുൾ ലിവിങ്. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സമാധാനപരമായ ജീവിതത്തിൽ ഇടപെടാനായിട്ട് അവരുടെ പാരൻസ് ആണെങ്കിൽ പോലും നാട്ടുകാരാണെങ്കിൽ പോലും അവകാശമില്ല. In case of any disturbance, the police authorities should be approached for immediate protection. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലീസ് അതോറിറ്റിയെ ഇവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്രോച്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. കേസ് നമ്പർ ഓർത്തിരുന്നോളൂ: കുമാർ ദേവി ആൻഡ് അനദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ആൻഡ് അതേഴ്സ്. റിട്ട് കേസ് നമ്പർ 1108 ഓഫ് 2020 എന്നുള്ളതാണ് കേസ്. കൂടാതെ ലത സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന് പറയുന്ന ഒരു കേസിൽ ഇതിനെ അടിവര ഇട്ടുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്: ഇൻ എ ഹെറ്ററോസെക്ഷൽ കപ്പിൾ ഹാസ് കോൺസെൻറ്റഡ് ടു സ്റ്റേ ഇൻ എ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഇറ്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആസ് ക്രൈം ആൻഡ് ഈസ് പെർഫെക്റ്റ്ലി ലീഗൽ. ഹെറ്ററോസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാണ് ഒരു പെണ്ണ്, അതായത് ഹോമോസെക്ഷൽ ഇവിടെ ഇപ്പോഴും നമ്മുടെ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള വ്യത്യസ്ത ജെൻഡറിലുള്ള ഒരു ആണിനും പെണ്ണിനും പരസ്പര സമ്മതത്തോടു കൂടി അവർ അഡൾട്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ അവരൊരു റെക്കഗ്നൈസ്ഡ് ആസ് മാരേജ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ലൈഫിനെ ചോദ്യം ചെയ്യുവാനോ ആ ലൈഫിൽ ഇൻ്റർഫർ ചെയ്യുവാനോ ആർക്കും അവകാശമില്ല. ലത സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UPയിൽ സുപ്രീം കോടതി ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു ഇൻഫോർമേഷനാണ് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ലിവിങ് ടുഗദറായിട്ട് നിൽക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ആർട്ടിക്കിൾ 21 നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.